പാഠം 596. ചില ആരോഗ്യ ചിന്തകൾ. ഇതിനെ മാത്രം ഗൗരവത്തിൽ വായിക്കും. ഇതിനകത്ത് എന്താ ഉള്ളത്? കുറെ നേരമായല്ലോ ഈ ശ്വാസം പിടിച്ച് വായിക്കുന്നു. നീ ലേഖനം വായിച്ചു ഭാമേ. ഇന്ന് ലോകാരോഗ്യ ദിനമാണ്. ഇത്തവണത്തെ ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശം എന്താണെന്ന് നിനക്കറിയാമോ? സുരക്ഷിതമായ ഭക്ഷണശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. സുരക്ഷിതമല്ലാത്ത ഭക്ഷണം കഴിച്ച് ഒരു വർഷം 20 ലക്ഷം പേർ മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. അതാണ് ഇങ്ങനെ ശ്വാസം പിടിച്ചിരുന്ന് വായിക്കുന്നത്. നമ്മളിപ്പോ സുരക്ഷിതമില്ലാത്ത എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്? ഒന്നുമില്ല. പിന്നെന്താണ് കുഴപ്പം? സത്യത്തിൽ നമ്മൾ സുരക്ഷിതമായ ഒന്നും കഴിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ചായയിൽ ചേർത്തിരിക്കുന്ന പാലും പഞ്ചസാരയും മുതൽ കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിച്ച പച്ചക്കറികൾ വരെ എല്ലാം വിഷമാണ്. കുടിവെള്ളത്തിന്റെ കാര്യവും അതുപോലെ തന്നെ. കടകളിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റിലാക്കിയ പൊടികളിലും എണ്ണകളിലും ഒക്കെ മായമാണ്. അങ്ങനെ മായം കലർന്ന ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഇടയിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കുത്തനെ ഉയരുന്നത്. അപ്പൊ പിന്നെ ഈ ചായ കുടിക്കണ്ട. ഞാനായിട്ട് തരുന്നൊരു ചായ കുടിച്ച് മോഹനേട്ടൻ രോഗിയാവുന്ന എന്തിനാണ്? ഞാൻ ഒരു ദിവസം ആകെ 2 ചായ കുടിക്കുന്നുള്ളൂ. വിഷം കഴിക്കുമ്പോ അളവ് കുറവാണ് എന്ന ന്യായം കൊണ്ട് ഒരു കാര്യമില്ല മോഹനേട്ട. എന്തായാലും മോഹനേട്ടന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന നിലയ്ക്ക് ഇന്നു മുതൽ സുരക്ഷിതമായ ആഹാരം മാത്രം കഴിച്ചാൽ മതി. അതെന്തൊക്കെയാണെന്ന് ഒന്ന് അന്വേഷിക്കേ. എങ്ങനെയാ, ചായ വേണോ വേണ്ടയോ? ഹലോ, ആ വിദ്യ, ഞാൻ നിന്നെ വിളിക്കാതിരിക്കായിരുന്നു. ഇന്ന് നിനക്ക് ഏത് കോടതിയിലെ കേസ്? അതെയോ? എന്തായാലും ഉച്ചയ്ക്ക് പറ്റുന്നിടത്തോളം നേരത്തെ ഇറങ്ങണേ. പ്രതാപന്റെ ഹോട്ടലിൽ ഉദ്ഘാടനം ഇന്നാ. ഞാൻ കൃത്യം 12:45 ആവുമ്പോഴേക്കും അവിടെ ഉണ്ടാവും. ഇന്ന് ഭയങ്കര തിരക്കാവാനാ സാധ്യത. ഞാൻ ഇന്നലെ പ്രതാപനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 2 പേർക്കുള്ള സീറ്റ് അവിടെ ഉണ്ടാവും. ഇല്ല, മോഹനേട്ടൻ അറിഞ്ഞിട്ടില്ല. അയ്യോ, അറിഞ്ഞ ഉറപ്പായിട്ട് ഉടക്കുണ്ടാക്കില്ലേ? അല്ലെങ്കിൽ തന്നെ രാവിലെ പത്രം എടുത്ത് പിടിച്ച് ഇന്ന് ലോകാരോഗ്യ ദിനമാണെന്ന് പറഞ്ഞ് എനിക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കായിരുന്നു. ശരി, 11 മണിക്ക് കോടതി കാണാം. ഓക്കെ. ഭർത്താവിനെ ഒളിച്ച് ഒരു ഭാര്യ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുള്ളത് ഉറപ്പാണല്ലോ. എന്താ സംഭവം? അങ്ങനെയൊന്നല്ല മോഹനേട്ടാ. ഞാൻ അങ്ങനെ മോഹനേട്ടനെ വിളിച്ച് വല്ലതും ചെയ്യൂ? ചെയ്യും എന്നാണല്ലോ നീ ഇപ്പൊ ഫോണിൽ പറഞ്ഞത്. ഇല്ല, അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല. ഇന്ന് ഉച്ചയ്ക്ക് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന കാര്യം പറയായിരുന്നു. എന്താ അതിന്റെ ആവശ്യം? എല്ലാ ദിവസവും നീ ഇവിടുന്ന് ചോറ് പൊതി കെട്ടിപ്പൊതിഞ്ഞാണല്ലോ പോകാറുള്ളത്. അല്ല, ഇന്നൊരു ദിവസം വെറുതെ പുറത്തുനിന്നും കഴിക്കാന്ന് വിചാരിച്ചു. എന്താണ് അതിന്റെ കാര്യമെന്നാണ് ഞാൻ ചോദിച്ചത്. മോഹനേട്ടാ, മോഹനേട്ടാ പ്രതാപനെ അറിയില്ലേ? ടൗണി ഫാസ്റ്റ് ഫുഡ് ഷോപ്പ് നടത്തുന്ന പ്രതാപനെ. അറിയാം. പ്രതാപന്റെ പുതിയ ഹോട്ടലിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 11 മണിക്കാ ചടങ്ങ്. ഉദ്ഘാടന സമയം മുതൽ വൈകിട്ട് 5 മണി വരെ എല്ലാ സാധനങ്ങളും പകുതി വിലയ്ക്ക് വിൽക്കുന്നേ. അതുകൊണ്ട് അല്ല, ഗംഭീര ഹോട്ടലാന്നാ പറഞ്ഞത്. അവിടെ കിട്ടാത്തായിട്ട് ഒന്നുമില്ലെന്ന്. നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ബിരിയാണി, ഷവർമ, അങ്ങനെ സകലമായ സാധനങ്ങൾ അവിടെ കിട്ടുമെന്ന്. ഇന്നൊരു ദിവസത്തേക്ക് വിലയും പകുതിയാ. വില കുറച്ച് കിട്ടും എന്ന കാരണം കൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനം വാങ്ങിക്കഴിക്കുന്നത് എന്തിനാണ്? നമുക്ക് ആവശ്യമില്ലാത്തതല്ലല്ലോ. ഉച്ചയ്ക്ക് എന്തായാലും ഊണ് കഴിക്കണം. അപ്പൊ ഒരു ചേഞ്ചിനെ പുറത്തുനിന്ന് കഴിക്കാം. ഉദ്ഘാടന ദിവസമായോണ്ട് ഇന്ന് എല്ലാത്തിനും നല്ല രുചിയായിരിക്കും. വില പകുതിയായോണ്ട് ആളും കൂടും. ഇന്ന് നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടുമ്പോ നാളെ ആള് വരാതിരിക്കുവോ? ആളുകൾ വരുന്നോ ഇല്ലയോ എന്നുള്ളത് പ്രതാപന്റെ പ്രശ്നമാണ്. ഇവിടത്തെ പ്രശ്നം അതല്ല. എന്റെ ഭാര്യ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഭക്ഷണം കഴിച്ച് ഒരു രോഗിയാകാൻ ഞാൻ സമ്മതിക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. ഞാൻ സമ്മതിക്കില്ല. നീ ഇന്ന് പ്രതാപന്റെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. വക്കീലേ, എന്താ? മോഹനേട്ട,
കേട്ടോ. ഒരു നേരത്തെ ഭക്ഷണം എന്റെ ഇഷ്ടപ്രകാരം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ല എന്നാണ് മോഹനേട്ട പറയുന്നതെങ്കിൽ അത് നടക്കില്ല. ആളുകൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് അവരവരാണ്. ഞാൻ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പ്രായം എനിക്കായി. അല്ല പിന്നെ. നമസ്കാരം വക്കീലെ. ആ രായപ്പന്റെ കേസിന്റെ വാദം ഇന്നല്ലേ വെച്ചേക്കുന്നേ? അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അയ്യോ, ഇപ്പോഴെങ്കിലും ഒന്ന് അന്വേഷിക്കാൻ തോന്നിയല്ലോ. ഇന്നലെ മുതൽ ഞാൻ രാജപ്പന്റെ ഫോൺ വിളിക്കാൻ എടുക്കുന്നില്ല. 11 മണിക്ക് കേസ് വിളിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ പൈസ കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ വേറെ വക്കീൽ അന്വേഷിച്ചുള്ള കേസ് വാദിക്കാനായിട്ട്. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല വക്കീലെ. പൈസ ഞാൻ കൊണ്ടുവന്ന് തന്നോളാം. എന്തെങ്കിലും തിരക്കായതുകൊണ്ടായിരിക്കും രായപ്പ ഫോൺ എടുക്കാത്തത്. ആ ഉത്തമ, പ്രതാപിന്റെ ഹോട്ടല് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന കാര്യം ഉത്തമനറിഞ്ഞില്ലേ? ആ, ഇന്നൊരു ദിവസം പകുതി വിലക്കാ കച്ചവടം. ഉത്തമം വരുന്നില്ല ഉച്ചയ്ക്ക്. ഞാൻ പിന്നെ വരാതിരിക്കും വക്കീലെ. അല്ലെങ്കിൽ തന്നെ പ്രതാപ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുമാണ്. ചൈനീസ് ഭക്ഷണമൊക്കെ പകുതി വിലക്ക് കിട്ടുമ്പോ ആരാണ് പോവാതിരിക്കുന്നത്? ഉത്തമ, സാർ, ഈ ഭക്ഷണം എന്ന് പറയുന്നത് ഓരോ നാട്ടിലെയും കാലാവസ്ഥയ്ക്കും ജീവിത രീതിക്കും പറ്റിയതായിരിക്കണം. ചൈനയിലെ ഭക്ഷണം ചൈനക്കാർ കഴിച്ചോട്ടെ. ചൈനയിലെ കാലാവസ്ഥയും ജീവിത രീതിയുമല്ല നമ്മുടേത്. ചുരുക്കി പറഞ്ഞ മലയാളികളായി ജനിച്ചിട്ടുള്ളവര് ജീവിതകാലം മുഴുവനും കഞ്ഞിയും കപ്പയും പയറും മാത്രം കഴിച്ചോളണമെന്നാണ് എന്റെ മോഹനോട് പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ കേരളത്തിൽ ജീവിക്കുമ്പോ കേരളത്തിലെ ഭക്ഷണം കഴിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ചൈനയിൽ പോകുമ്പോ ഉത്തമന് ചൈനീസ് ഭക്ഷണം കഴിക്കാമല്ലോ. അയ്യോ, ഈ ഒരു അവസ്ഥയിൽ ചൈന പോയിട്ട് ചെന്നൈയിൽ പോലും പോകാൻ പറ്റൂല സാറേ. അപ്പൊ പിന്നെ ഈ ഒരു പോം വഴിയേ ഉള്ളൂ സാറേ. ഇനിയിപ്പോ സാർ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പ്രതാപന്റെ ഹോട്ടലിൽ പോകും. അപ്പൊ ശരി വക്കീലെ, 11 മണിക്ക് കോടതി കാണാം. ശരി. എന്താണ്? ഉത്തമന് ഞാനൊരു ഉപദേശം കൊടുത്തു. പക്ഷെ അതനുസരിക്കാൻ ഉത്തമന് ബാധ്യതയില്ല. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല. നീ എന്റെ ഭാര്യയാണ്. ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ പ്രതാപന്റെ ഹോട്ടലിൽ പോയിരിക്കും, ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഞാൻ സമ്മതിക്കില്ല. ഇത്തരം കാര്യങ്ങൾക്ക് എനിക്ക് മോഹനേട്ടന്റെ സമ്മതം ആവശ്യമില്ല എന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ലോകാരോഗ്യ ദിനമാണ്. അതുകൊണ്ടെന്താ? സുരക്ഷിതമായി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഈ ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശം തന്നെ. അതൊക്കെ ആയിക്കോട്ടെ. ലക്ഷക്കണക്കിന് രൂപ മുടക്കി പ്രതാപനുണ്ടാക്കിയ ആ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നതില് ഒരു സുരക്ഷയുടെയും പ്രശ്നമില്ല. ഞാൻ പോകും. വേണമെങ്കിൽ ഒരു ഫ്രൈഡ് റൈസ് ഞാൻ പാഴ്സൽ വാങ്ങിട്ട് വരാം. എന്ത് പറയുന്നു? അഹങ്കാരി, ഭർത്താവിന്റെ വാക്ക് ധിക്കരിച്ചതിന് നീ അനുഭവിക്കും. എന്തായാലും ഇന്ന് പ്രതാപൻ ചേട്ടന്റെ ഹോട്ടലിൽ പോയേ പറ്റൂ. ഉദ്ഘാടനം ആയതുകൊണ്ട് പകുതി വിലയ്ക്കാ ഭക്ഷണം. കാഞ്ഞിന് സാർ വരുന്നില്ലേ? വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങും? മോഹനേഷ് സാർ സമ്മതിക്കോ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകാൻ മോഹനേഷ് സാറിന്റെ സമ്മതം എന്തിനാ? എന്തായാലും ഉച്ചയ്ക്ക് 45 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. ആ സമയത്ത് നമ്മൾ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരും. ശിശുപാലൻ ചേട്ടൻ വരുന്നില്ലേ? എന്റെ പൊന്ന് പ്രൊഫസറെ, ഞാനൊരു സാധാരണ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനാ. ഈ മുന്തിയ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള കാശൊന്നും എന്റെ ഇല്ല. എന്റെ ശിശുപാലൻ ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പകുതി വിലയ്ക്കാ ഭക്ഷണം കൊടുക്കുന്നത്. അല്ലെങ്കിൽ തന്നെ വല്ലപ്പോഴൊക്കെ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നതിന് എന്താ തെറ്റ്? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഊണ് തന്നെയല്ലേ കഴിക്കുന്നത്? അന്യനാട്ടിലുള്ള ഭക്ഷണമൊക്കെ വല്ലപ്പോഴും കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസം? മോഹനേഷ് സാറിനോട് എന്ത് പറയും? നിങ്ങൾക്ക് ഇങ്ങനെ പേടിക്കുന്നതാ വലിയ പ്രശ്നം. സാർ ഓഫീസറാന്നൊക്കെ ഉള്ളത് ശരിയാ. പക്ഷെ നമ്മൾ ഏത് ഹോട്ടലിൽ നിന്ന് എന്ത് ഭക്ഷണം കഴിക്കുന്നതൊക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ലേ. അതിന് വില്ലേജ് ഓഫീസർക്ക് എന്താ കാര്യം? അങ്ങനെ പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എവിടെ പോവാണെന്ന് മോഹനേഷ് സാറിനോട് പറയേ വേണ്ട. പറഞ്ഞ എന്തെങ്കിലും കാര്യം പറഞ്ഞ് സാറ് ഉടക്കിടും. പക്ഷെ ഒരു കാര്യമില്ല, നമ്മൾ 3 പേരും കൂടെ പുറത്തു പോകുന്നത് എങ്ങനെയാ? അതിനൊക്കെ വഴിയുണ്ട്. ആദ്യം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ശിശുപാലൻ ചേട്ടൻ പോണം. കുറച്ച് കഴിയുമ്പോ ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞ് ഞാനും കാഞ്ഞിന്റെ സാറും ഇറങ്ങും. ഹോട്ടലിന്റെ മുമ്പിൽ വെച്ച് നമുക്ക് കാണാം. സംഗതിയൊക്കെ കൊള്ളാം. പക്ഷെ എന്റെ ചാപ്പാടിന്റെ കാശ് നിങ്ങളിൽ ഒരാൾ കൊടുക്കേണ്ടി വരും. എന്റെ 10 പൈസ എടുക്കാനില്ല. കഷ്ടമാണ് ശിശുപാലൻ ചേട്ടാ. ശമ്പളം കിട്ടി 3-4 ദിവസം ആയിട്ടുള്ളൂ. അതിനിടയിൽ അത് മുഴുവൻ തീർന്നോ? ശമ്പളം കിട്ടിയ കാശ് അന്ന് തന്നെ തീർന്നു കാഞ്ചന സാറേ. കഴിഞ്ഞ മാസത്തെ കടം വീട്ടിയപ്പോ പോക്കറ്റ് കാലിയായി. ഞാനൊരു പാവം ലാസ്റ്റ് ഗ്രേഡ് ആണേ. ഓ, ഈ ലാസ്റ്റ് ഗ്രേഡാണെന്ന് എപ്പോഴും പറയണ്ട. എന്തായാലും പോവാൻ തീരുമാനിച്ചല്ലേ.
ശിശുപാലൻ ചേട്ടന്റെ പങ്ക് എന്റെ വാ. ആഹാ. നല്ല ഭക്ഷണം കഴിക്കാൻ കാശ് മുടക്കാതെ പറ്റില്ലല്ലോ. എന്താ ഇവിടെ ഒരു വലിയ ചർച്ച? ഒന്നുമില്ല സാർ, ഉച്ചയ്ക്കൊന്ന് ബാങ്കിൽ പോകുന്ന കാര്യം ഞങ്ങൾ പറയായിരുന്നു. ആദ്യം രാവിലത്തെ ജോലികൾ തീർക്കുക, എന്നിട്ടാവാം ഉച്ചക്കത്തെ കാര്യം. ഈശ്വര, സാറ് 2 മിനിറ്റിന് മുമ്പേ വന്നിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞ മുഴുവനും കേട്ടനെ. നിങ്ങളുടെ ഈ പേടി എല്ലാത്തിനും കാരണം. നമ്മൾ പറഞ്ഞ സാർ കേട്ടാലെന്താ? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്ന കാര്യമല്ലേ, അല്ലാതെ വില്ലേജ് ഓഫീസിൽ ബോംബ് വയ്ക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. കഷ്ടം. ഇവരെല്ലാം അവിടെ കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുകയാണ്. കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത കഴുതകൾ. പോകരുതെന്ന് പറഞ്ഞാൽ അവര് പോകും. ശിശുപാല, അതെ അതെ, അനന്താ ഒരു കാര്യം ചെയ്യ്. കൃത്യം 1 മണിയാകുമ്പോ ഞാൻ ശിശുപാലിനെ താലൂക്ക് ഓഫീസിലേക്ക് അയക്കാം. ശരി ശരി, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ശിശുപാല സാർ, താലൂക്ക് ഓഫീസിൽ പോയി സഹദേവനൊന്ന് കാണണം. ഇവിടുത്തെ കഴിഞ്ഞ മാസത്തെ കണക്ക് മുഴുവൻ ക്ലോസ് ചെയ്യാണ്. കൃത്യം 1 മണിക്ക് എന്നാ ഒരു 4 മണിയാകുമ്പോ ജോലിയൊക്കെ തീരും. അല്ല സാർ, 2 മണിക്ക് പോയാലോ? പറ്റില്ല. 1 മണിക്കാണ് സഹദേവന് സൗകര്യം. കൃത്യം 1 മണിക്ക് പുറപ്പെടണം. പക്ഷെ സാർ, എനിക്ക് ഊണ് കഴിക്കണ്ടേ? ശിശുപാല ഊണ് കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ട് സാർ. 12:30 ആവുമ്പോ ഭക്ഷണം കഴിച്ചോളൂ. എന്നിട്ട് താലൂക്ക് ഓഫീസിൽ പോയാൽ മതി. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ. പിന്നെ ശിശുപാല, പുറമ്പോക്കിന്റെ കണക്കെടുപ്പ് ഇന്ന് തന്നെ പൂർത്തിയാക്കണം. ഒരു 2-3 മണിക്കൂറത്തെ ജോലിയുണ്ട്. ഞാനും കൂടി കൂടാമെന്ന് സ്വയംപ്രഭയോട് പറഞ്ഞോളൂ. പറയാം സാർ. 1 മണി മുതൽ 4 മണി വരെ ഞാൻ അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. 1 മണിക്കോ? അതെ, കൃത്യം 1 മണിക്ക് സ്വയംപ്രഭ ഇവിടെ കാണണം. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് കണക്കെല്ലാം തീർക്കാനുള്ളതാ. എന്താ ശിശുപാലൻ ആലോചിക്കുന്നത്? ഒന്നുമില്ല സാർ. എന്താ ചൊല്ല്? നേരായ വഴിക്ക് നടക്കാത്ത കാര്യം വളഞ്ഞ വഴിക്ക് നടത്തുന്നത് ഇങ്ങനെയാണ്. സ്വയംപ്രഭ സാറേ, ഒന്നും നടക്കില്ല. എന്തു പറ്റി? ഉച്ചയ്ക്ക് പ്രതാപന്റെ ഹോട്ടലിൽ പോവാന്നുള്ള മോഹം വടികുത്തി പിരിഞ്ഞു. എന്താ ശിശുപാലൻ ചേട്ടാ? ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോ താലൂക്ക് ഓഫീസിൽ പോകണമെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. താലൂക്ക് ഓഫീസിൽ പോയി സഹദേവനെ കണ്ട് അവിടുത്തെ ഏർപ്പാടുകൾ തീർക്കുമ്പോഴേ 4 മണിയാവും. അപ്പൊ ശിശുപാലൻ ചേട്ടാ ഊണ് കഴിക്കുന്നതോ? 12:30 ആവുമ്പോ കഴിച്ചോണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പൊ പ്രതാപന്റെ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ ശിശുപാലൻ ചേട്ടന് യോഗമില്ല. അപ്പൊ പിന്നെ ഞാനും കാജിന സാറും കൂടെ പൊയ്ക്കോളാം. അത് നടക്കില്ല പ്രൊഫസറെ. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ പുറമ്പോക്കിന്റെ കണക്കെടുക്കാൻ പ്രൊഫസർ മോഹനേശ്വര സാറിന്റെ കൂടെ കൂടണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതെന്താ ഈ 1 മണിയുടെ കണക്ക്? എനിക്ക് 45 മിനിറ്റ് റെസ്റ്റിന് അനുവാദമുള്ളതാ. ആ സമയത്ത് ജോലി ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആര് പറഞ്ഞു? 45 മിനിറ്റ് വരെ വിശ്രമമാകാവുന്നതാണ്. പക്ഷേ അത് 1 മണി മുതൽ 1:45 വരെ തന്നെ ആകണം എന്ന് വാശി പിടിക്കരുത്. ആഫീസിൽ വളരെ പ്രധാനപ്പെട്ട ജോലികൾ തീർക്കാനുള്ളപ്പോൾ ആ ജോലികൾ തീർക്കാനാവണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പരിഗണന കൊടുക്കേണ്ടത്, അല്ലാതെ വിശ്രമത്തിനല്ല. സാർ, എനിക്ക് ഉച്ചയ്ക്ക് ബാങ്കിൽ പോണം. എന്താ കാര്യം? എനിക്ക് കുറച്ച് പൈസ എടുക്കണം. അതിന് ബാങ്കിൽ പോകേണ്ട കാര്യമില്ലല്ലോ. ATM കാർഡ് ഉപയോഗിച്ച് ആ കവലയിലെ ATM സെന്ററിൽ നിന്ന് പണം എടുക്കാം. അല്ലെങ്കിൽ തന്നെ ബാങ്കുകളുടെ തിരക്കൊഴിവാക്കാനാണല്ലോ അവർ ATM എന്നൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. എന്നാലും എനിക്ക് പോണം. ഇന്ന് നടക്കില്ല. ആഫീസ് ജോലികൾ കൃത്യസമയത്ത് തീർന്നില്ല എങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് സ്വയംപ്രഭ അനുഭവിക്കേണ്ടി വരും. പുറമ്പോക്കിന്റെ കണക്കെടുപ്പ് 2 മണിക്ക് ശേഷം ആവാലോ. അങ്ങനെ ചെയ്തു എന്ന് വെച്ച് പുറമ്പോക്ക് അവിടെ നിന്ന് എണീറ്റ് ഓടയൊന്നുമില്ലല്ലോ. ഇക്കാര്യത്തിൽ തർക്കം വേണ്ട. സ്വയംപ്രഭയ്ക്ക് ബാങ്കിൽ പോകേണ്ട കാര്യമില്ല എന്നും പ്രതാപന്റെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണെന്നും മോഹനേഷ് മനസ്സിലായി.
സത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ? സ്വയംപ്രഭേ, ഇത്തരം സ്ഥാപനങ്ങളിൽ നിർമ്മിക്കുന്ന ഭക്ഷണത്തിന്റെ മായവും വിഷവുമാണ് നമ്മുടെ നാട്ടിലെ രോഗങ്ങളിൽ പലതും ഉണ്ടാക്കുന്നത്. ഭക്ഷണ രീതിയിലെ കുഴപ്പം കൊണ്ട് മാത്രം ഒരു വർഷം 20 ലക്ഷം പേർ മരിക്കുന്നുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അതിലൊരാളാവേണ്ട കാര്യം എന്താണ്? എന്റെ സാറേ, ഇതിലൊന്നും ഒരു കാര്യമില്ല. എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലെ ഭക്ഷണം മാത്രം കഴിച്ചാൽ പോരല്ലോ, മറ്റു നാടുകളിലുള്ളവർ കഴിക്കുന്നതും കൂടെ കഴിക്കണ്ടേ? മാറി നിൽക്കൂ. സ്വയംപ്രഭേ, സായിപ്പ് കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ആരും സായിപ്പാവുന്നില്ല. പാശ്ചാത്യ രാജ്യങ്ങളിലെ വസ്ത്രധാരണവും ഭക്ഷണ രീതിയും കോപ്പി അടിക്കുന്നത് കൊണ്ട് വലിയ ആളാകുമെന്നാണ് നിങ്ങളെപ്പോലുള്ളവർ കരുതുന്നത്. അത് തെറ്റാണ്. സ്വന്തം കടമകൾ നിർവഹിക്കുന്നതിലും ഉത്തരവാദിത്വ ബോധത്തിലൊക്കെയാണ് അവരെ നമ്മൾ മാതൃകയാക്കേണ്ടത്. അതിനു വയ്യ. നമ്മുടെ കാലാവസ്ഥയ്ക്കും നാടിനും പറ്റാത്ത ഭക്ഷണം കഴിച്ച് രോഗം വരുത്തി വെക്കാനാണെങ്കിൽ ഒരു മടിയുമില്ല. ഇന്നുച്ചയ്ക്ക് സ്വയംപ്രഭ എവിടെയും പോകുന്നില്ല. കൃത്യം 1 മണി മുതൽ 2 മണി വരെ നമ്മൾ പുറംപോക്കിന്റെ കണക്കെടുപ്പ് നടത്തും. ഉച്ചഭക്ഷണം 12:30 ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, മോനേഷ് സാറ് സംഭവം അറിഞ്ഞാ പ്രശ്നം ഉണ്ടാക്കുമെന്ന്. അങ്ങനെ പകുതി കാശിന് കോണ്ടിനെന്റൽ ഭക്ഷണം എന്ന സ്വപ്നം ഗോവിന്ദ. കഴിഞ്ഞില്ലേ പ്രഭേ? തീരാറായി. ഇത് എപ്പോ തുടങ്ങി എഴുത്താന്ന് ആലോചിച്ച് നോക്ക് കാഞ്ഞില്ല സാറേ. സത്യത്തിൽ ഇതുകൊണ്ട് ഒരു അത്യാവശ്യം ഉണ്ടായിട്ടില്ല. മോനേഷ് സാറിന്റെ വാശി. എന്ത് ചെയ്യാനാ, ഇത്തിരി മനസാക്ഷിയുള്ള ഒരു വില്ലേജ് ഓഫീസറുടെ ഓഫീസിൽ ജോലി ചെയ്യാൻ നമുക്ക് ഭാഗ്യമില്ലാതായി പോയി. സ്വയംപ്രഭ സാറേ, സംഭവം അറിഞ്ഞ? ഞാൻ താലൂക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോകാൻ പോയതാ. അപ്പോഴാ സംഭവം അറിഞ്ഞേ. എങ്കിൽ പിന്നെ ഇവിടെ വന്ന് കാര്യം പറഞ്ഞിട്ട് പോവാന്ന് കരുതി. കാര്യം എന്താണെന്ന് പറയും ശിശുപാലൻ ചേട്ടാ. പ്രതാപന്റെ ഹോട്ടലിന്റെ ഉദ്ഘാടനം ഇന്നായിരുന്നല്ലോ. രാവിലെ 11:30 മണി മുതൽ ഭക്ഷണം കൊടുത്തു തുടങ്ങി. പകുതി വിലയ്ക്ക് കച്ചവടം എന്ന് പറഞ്ഞതുകൊണ്ട് ഭയങ്കര തിരക്കാണെന്നാ പറഞ്ഞത്. ഇതാണ് വലിയ കാര്യം. അത് ശിശുപാലൻ ചേട്ടാ പറയാതെ തന്നെ നമുക്കറിയാം. നല്ല ഭക്ഷണം പകുതി വഴിക്ക് കൊടുക്കുമെന്ന് വെച്ചാൽ ആരാ പോവാതിരിക്കാം? പകുതി വിലയ്ക്കാണ് കച്ചവടം എന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷേ നല്ല ഭക്ഷണം ഒന്നും പറയാൻ പറ്റില്ല. അതെന്താ? എന്റെ കാഞ്ചന സാറേ, ഭക്ഷണത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. കഴിച്ചവരൊക്കെ വയറിളക്കം ഛർദിലുമായിട്ട് ആശുപത്രിയിലായിരിക്കുക. താലൂക്ക് ആശുപത്രിയിൽ തന്നെ 150 പേരുണ്ട്. പ്രൈവറ്റ് ആശുപത്രിയിൽ എത്ര പേരുണ്ടെന്ന് കണക്കെടുത്ത് വരുന്നതേ ഉള്ളൂ. പോലീസുകാരും ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും വന്ന് ഹോട്ടൽ പൂട്ടിച്ചു. പ്രതാപം മുങ്ങി എന്നാ കേട്ടത്. ആളെ പിടികിട്ടിട്ടില്ല. എന്റെ പ്രൊഫസറെ, മോഹനേഷ് സാർ കാരണം നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കില് നമ്മൾ 3 പേരും ഇപ്പൊ താലൂക്ക് ആശുപത്രിയിലായനെ. എന്താ സംഭവം എന്നറിയാവോ? അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈശ്വര, രക്ഷപ്പെട്ടു. എന്താ ഇവിടെ? ചോദിച്ചിട്ടില്ലേ എന്താ ഇവിടെ? സാർ ഒരാള് കാരണം ഞങ്ങള് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രതാപന്റെ ഹോട്ടലിലെ ഭക്ഷണത്തിൽ ഭക്ഷ്യബാധ. കുറെ പേര് ആശുപത്രിയിലുണ്ട്. സാർ, ഞാൻ സാറിനോട് ഇക്കാര്യത്തിൽ ഒരുപാട് തർക്കിച്ചു. സാറ് ക്ഷമിക്കണം. സാറങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങളെ രക്ഷപ്പെട്ടത്. താങ്ക്സ്.
ഇന്നെന്താ സാറേ നേരത്തെ ആണോ? ഇതെന്ത് പാടാ? ആഹാ, എത്തിയോ? ഇതെന്തു പറ്റി നേരത്തെ? നീ പ്രതാപന്റെ ഹോട്ടലിൽ പോയോ? അതറിയാനാണോ ഇങ്ങനെ ഓടിപ്പാഞ്ഞു വന്നത്? പോയെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ നിൽക്കുവോ? മോഹനയുടെ എന്നെ സർക്കാർ ആശുപത്രി ഒന്ന് കാണേണ്ടി വരില്ലായിരുന്നോ? കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു മോഹനേട്ടാ. 100 പേരെങ്കിലും ആശുപത്രിയിൽ ഉണ്ടാവുന്ന കേട്ടത്. കേട്ടപ്പോ ഞാൻ പേടിച്ചു പോയി. ഇന്ന് ഉച്ചയ്ക്ക് പ്രതാപന്റെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന നീ വാശി പിടിച്ചല്ലേ? ഓ, ഈശ്വരൻ രക്ഷിച്ചു. ഈ രക്ഷിക്കലിന് ക്രെഡിറ്റ് അങ്ങനെ ഈശ്വരന് കൊടുക്കണ്ട. ഇതിന്റെ മുഴുവൻ അവകാശവും ഈ വില്ലേജ് ഓഫീസർക്കുള്ളതാ. മോഹനയുടെ രാവിലെ അത്രയും വാശി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പ്രതാപന്റെ ഹോട്ടലിൽ പോയെന്നെ. പോകുന്നല്ലേ നീ പറഞ്ഞത്? ഞാനങ്ങനെ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ മോഹനയുടെ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യൂ? മോഹനയുടെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അത് എത്ര നല്ലതാണെങ്കിലും ഒന്ന് തർക്കിച്ചു നോക്കാന്നുള്ളത് എന്റെ ശീലമായി പോയതല്ലേ. അതുകൊണ്ട് ഞാനൊന്ന് തർക്കിച്ചു. പക്ഷെ ഉച്ചയ്ക്ക് വിദ്യാലക്ഷ്മി പ്രതാപന്റെ ഹോട്ടലിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മോഹനയുടെ അത് ഇഷ്ടമില്ല വിദ്യ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന്. അപ്പോ ഒരു കാര്യം പറഞ്ഞ അനുസരിക്കാമെന്ന് നിനക്കറിയാം. ഇത് അനുസരണയൊന്നുമല്ല. മോഹനേട്ടൻ എന്നോട് കാണിക്കുന്ന സ്നേഹം ഞാൻ തിരിച്ചു കാണിക്കുന്നതല്ലേ. സ്നേഹപ്രകടനത്തെ അനുസരണയായിട്ടൊന്നും കാണരുത്. ഞാൻ പോവാത്തോണ്ട് വിദ്യാലക്ഷ്മി പോയില്ല. അവള് കുറച്ചുപേരെ എന്നെ വിളിച്ച് പറഞ്ഞു മോഹനേട്ടൻ കാരണം അവള് രക്ഷപ്പെട്ടു, അതുകൊണ്ട് അവളുടെ വക ഒരു അടിപൊളി ചെലവുണ്ട്, 4 ഉച്ചയ്ക്ക് ബഷീറിന്റെ ഹോട്ടലിൽ പോവാന്ന്. ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഒന്നും കഴിക്കാനല്ല, അവിടെ നല്ല കപ്പയും കഞ്ഞിയും പയറും കിട്ടും, പിന്നെ പപ്പടവും കിട്ടും. അതാകുമ്പോ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്കും ജീവിത രീതിക്കും ഒക്കെ പറ്റിയ ഒരു ഭക്ഷണമാണല്ലോ അല്ലേ? മോഹനകൃഷ്ണൻ വാശിക്കാരനും എടുത്തുചാട്ടക്കാരനുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് മോഹനകൃഷ്ണൻ പറയുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാവണമെന്നില്ല. സുരക്ഷിതമായ ഭക്ഷണശീലം വളർത്തിയെടുത്ത് ആരോഗ്യമുള്ളൊരു തലമുറയ്ക്കായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത് ഇന്നത്തേക്ക് വിടാം. ഹലോ യൂട്യൂബ്, മൈ നെയിം ഇസ് ലക്ഷ്മി മേനോൻ. വെൽക്കം ടു മൈ ചാനൽ. സോ FBയിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ ടോൺ. സമഗ്ര സംഭാവന അവാർഡ് 2014 and the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ് സ്പീഡ്.